ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ സ്വന്തം ഹേറ്റേഴ്സ് മിസ്റ്റർ നന്ദു ടെക്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, എ സീരീസിൽ ഒരുപാട് മൊബൈൽ ഇറക്കി. ഇന്ത്യയിൽ ഇനി അടുത്തൊരു എ സീരീസ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അത് ഏതാണെന്നായിരിക്കും, വേറെ ഒന്നല്ല, സാംസങ് ഗാലക്സിയുടെ A15 എന്ന് പറഞ്ഞ സീരീസാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ 55 എന്ന് പറഞ്ഞ സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് A15 സീരീസാണ്. അതായത് A15 സീരീസിൻ്റെ ആണ് നമ്മൾ റിലീസ് ഡീറ്റെയിൽഡ് ആയി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത് എൻ്റെ ശൈലിയാണ്, വേറെ ആരെയും കോപ്പി അടിച്ചതല്ല, സ്റ്റാർട്ട് ഇടുന്നെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വേറെ ഒന്നല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കടന്നാലോ. ഒന്നെങ്കിൽ എക്സിനോസ്, സാംസങ്ങിൻ്റെ എക്സിനോസ് ചിപ്സെറ്റ്, അല്ലെങ്കിൽ മീഡിയടെക് ഹീലിയോ G99. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാം വെക്കുക എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുകയല്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഇതിൽ കണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, 8GB പ്ലസ് 8GB പ്ലസ് 128GB വരുന്നുണ്ട്. അതേപോലെ തന്നെ 256GB വേരിയൻറ്റും വരുന്നുണ്ട്. അതേപോലെ തന്നെ 6.5 ഇഞ്ചസ് ആണ് വരുന്നത്, ഡിസ്പ്ലേ വരുന്നത്. സൂപ്പർ എമുലേഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1080x2440 പിക്സൽ റെസൊല്യൂഷനാണ് വരുന്നത്. സോ 50MB പ്ലസ് ക്യാമറയിലേക്ക് കിടക്കണമെങ്കിൽ 50MB പ്ലസ് 5MB പ്ലസ് 2MB വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 5 MP ആണ് തോന്നുന്നു വരുന്നത്. സോ കുഴപ്പമില്ല. 5000 mAh ബാറ്ററി കപ്പാസിറ്റി, അതേപോലെ തന്നെ 25 വാട്ടിൻ്റെ നോർമൽ ചാർജറാണ് വരുന്നത്. ഒരു നോർമൽ സ്പീഡ് ചാർജറാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോവുകയാണെങ്കിൽ, സോ ഫ്രണ്ട്സ്, എനിക്ക് ഒന്നും പറയാനില്ല. ഈ എക്സിനോസോ അല്ലെങ്കിൽ മീഡിയടെക് ഹീലിയോ, ഈ രണ്ടും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും അത്ര വലിയ നല്ല ചിപ്സെറ്റ് ഒന്നും അല്ല, ഓരോ പോരായ്മകളുള്ള ചിപ്സെറ്റ് എങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെയും കാട്ടി എത്രയോ ബെറ്ററാണ് സ്നാപ്ഡ്രാഗനും മീഡിയടെക് ഡൈമെൻസിറ്റിയും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ വെക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ വെക്കുക. എ സീരീസിൽ നല്ലൊരു പെർഫോമൻസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ സ്നാപ്ഡ്രാഗൺ വെക്കുകയാണെങ്കിൽ ഒരു മിനിമം ലെവലിൽ ഈ ഒരു 12 റേഞ്ചിൽ വെക്കുകയാണെങ്കിൽ, സ്നാപ്ഡ്രാഗൻ്റെ സീരീസ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു പെർഫോമൻസിലുള്ള നിങ്ങൾ വെക്കുന്നത്. പക്ഷേ ഇത് സാംസങ്ങിൻ്റെ എക്സിനോസ് ചിപ്സെറ്റിന് ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ പൊട്ടൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്, എക്സിനോസിന് ഇങ്ങനെ പറയുന്നത്. ഞാനൊരു എക്സിനോസ് ഫോൺ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. സാംസങ്ങിൻ്റെ A10 എന്ന് പറഞ്ഞ ഫോൺ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. വേറെ ഒന്നല്ല, എക്സിനോസ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫോണ് എക്സിനോസ് യൂസ് ചെയ്ത് വെച്ച ഫോണാണ്. ഇതിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഒന്നും എടുത്ത് നേരാമണം കാണാൻ പറ്റില്ല. ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ബാക്ക് അടിക്കുമ്പോഴത്തേക്കാണ് ഹീറ്റിംഗ് ഇഷ്യൂസ് വരും. നല്ല ഹീറ്റിംഗ് ഇഷ്യൂണ്. പക്ഷേ യൂസ് ചെയ്യാതെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ തണുക്കും. പക്ഷേ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാതെ വെച്ചാൽ ആ തണുപ്പ് അങ്ങ് ഇറങ്ങിപ്പോളും. ഇല്ലെങ്കിൽ ഈ ഹീറ്റ് നല്ലോണം ഹീറ്റാവും. ഈ നല്ല മറ്റടുപ്പത്ത് വെച്ചിട്ടുണ്ടാവില്ല, അത്രയും ഹീറ്റിംഗ് ഇഷ്യൂസാണ് വരുന്നത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ എക്സിനോസ് ചിപ്സെറ്റ്, അത് സാംസങ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സിനോസ് ചിപ്സെറ്റ് അങ്ങനെ വരുന്നത്. സോ എൻ്റെ ഒരു ഈ ഊഹം പറയുകയാണെങ്കിൽ ഈ രണ്ടിനും കാട്ടി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. സ്നാപ്ഡ്രാഗൺ ഇവർ പറയുന്ന എക്സിനോസ് വരും എന്നാണ്. എക്സിനോസ് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗനുമായി ഒരു ഇത് നടത്തിയിട്ട് അവർ ടൈപ്പ് നടത്തിയിട്ട് എന്താ പറയുക, ഒരു ചിപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എനിക്ക് തോന്നുന്നു എക്സിനോസ് വെക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ഓഫ് മൊബൈലാണ്. സത്യം പറയല്ലോ, 100% എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ്. എക്സിനോസ് ഇസ് എ വേസ്റ്റ് ഓഫ് മൊബൈൽ. സാംസങ്ങിൻ്റെ എക്സിനോസ് വെച്ച് എല്ലാ മൊബൈൽസിലും ഹീറ്റിംഗ് ഇഷ്യൂസ്, ഹാങ്ങിങ് ബഗ്സിൻ്റെയും പെർഫോമൻസ് എല്ലാം കുറഞ്ഞു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സാംസങ് ഗാലക്സിയുടെ S21 FE എന്ന് പറഞ്ഞ മൊബൈലും. S21 FE മാത്രമല്ല, S23 FE അതിൽ എക്സിനോസ് ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ക്യാഷ് മുടക്കി വാങ്ങിയ ആൾക്കാർ പറയാണ് ഈ ഒരു ഫോണ് ഒന്നിനും കൊള്ളൂല. ഈ S23 FE വളരെ നല്ല ക്യാമറയാണ്, പക്ഷേ ഈ ഹീറ്റിംഗ് ഇഷ്യൂസിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചറിയില്ലേ എത്രത്തോളം ഇതാണ് എക്സിനോസ് എന്ന്. സോ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സിനോസ് ചിപ്സെറ്റ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. സ്നാപ്ഡ്രാഗനുമായി കൂട്ടാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി പ്രോബ്ലം സോൾവ് ആവും. സോ അത് നിങ്ങൾ നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് ഫ്രണ്ട്സ്.
പുതിയൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ്